നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസിൽ അഴിച്ചുപണി വരികയാണ്. അതായത് അടിമുടി മാറ്റത്തിന് ഒരുങ്ങുകയാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. അതിനായിട്ടുള്ള അഴിച്ചുപണികൾ അല്ലെങ്കിൽ പുതിയ ചുവടുവെപ്പുകൾ ഇപ്പോൾ കോൺഗ്രസിൽ തുടങ്ങിക്കഴിഞ്ഞു. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ അതിന് പിന്നാലെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരളത്തിലും ഇപ്പോൾ കോൺഗ്രസ് ഈ പുതിയ മാറ്റത്തിനായിട്ട് ഒരുങ്ങുന്നത്. ഇതിൻ്റെ ആദ്യ ചുവടുവെപ്പ് എന്ന നിലയിൽ ഇപ്പോൾ KPCC പുനഃസംഘടിപ്പിക്കുകയാണ്. നിലവിലെ KPCC പ്രസിഡന്റ് കെ സുധാകരൻ പദവിയിൽ നിന്നും മാറ്റിയേക്കുമെന്ന സൂചനകളിലേക്കാണ് ഇപ്പോൾ ഈ നടപടികളെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത്. എന്നാൽ പദവി ഏറ്റെടുത്ത ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പ് അത് വിജയിച്ച സാഹചര്യം അടക്കം തന്നെ ചൂണ്ടിക്കാട്ടി ഈ പദവിയിൽ തുടരാനുള്ള നീക്കത്തിലാണ് കെ സുധാകരൻ. എന്നാൽ AICC നേതൃത്വം സുധാകരനെ മാറ്റിയേക്കുമെന്ന സൂചനയുണ്ടെങ്കിൽ പോലും കടുംപിടുത്തം ഉണ്ടാവില്ല. കാരണം തെരഞ്ഞെടുപ്പ് ഇപ്പോൾ മുന്നിലുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത് പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുമെന്നുള്ള ആശങ്ക കൂടി ഇപ്പോൾ കണക്കിലെടുത്താണ് ഈ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. കാരണം കെ സുധാകരൻ ഒഴിഞ്ഞാൽ പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ ഏറ്റവും ഇപ്പോൾ മുന്നിലുള്ളത് തന്നെ കൊടിക്കുന്നിൽ സുരേഷ് MP പേരാണ്. AICC പ്രവർത്തക സമിതിയിലെ പ്രത്യേക ക്ഷണിതാവാണ് കൊടിക്കുന്നിൽ സുരേഷ്. കഴിഞ്ഞ ടേമിലും സുരേഷിന്റെ പേര് സജീവ ചർച്ചയിലുണ്ടായിരുന്നു. UDF മുൻ കൺവീനർ ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി എന്നിവരുടെയൊക്കെ പേരും പരിഗണനയിലുണ്ട്. ഡീൻ കുര്യാക്കോസ് അതോടൊപ്പം തന്നെ അടൂർ പ്രകാശ് എന്നിവരുടെ പേരും ഇപ്പോൾ പരിഗണനയിലുണ്ട്. യുവാക്കൾക്കും അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കുമൊക്കെ തന്നെ മുൻഗണന നൽകിക്കൊണ്ടുള്ള പുനഃസംഘടനയ്ക്കാണ് ഇപ്പോൾ AICC നേതൃത്വം ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ഇപ്പോൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു നീക്കം നടത്തുന്നത്. VD സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം സതീശനും സുധാകരനും തമ്മിലുള്ള പോർവിളികളൊക്കെ തന്നെ പൊതുവേദിയിൽ തന്നെ നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ്. അത് പ്രകടമായ കാര്യമാണ്. പല വിഷയങ്ങളിലും സുധാകരൻ്റെ അഭിപ്രായമല്ല ശരിക്കും പാർട്ടിക്കുള്ളതെന്ന് തുറന്നു പറയാനായിട്ട് സതീശൻ മടി കാണിച്ചിട്ടുമില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതിനിടയിൽ BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യറെ ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറി സ്ഥാനം അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് നിയമിക്കുമെന്നുള്ള സൂചന കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. തീരുമാനങ്ങൾ വൈകരുതെന്നും സജീവ പ്രവർത്തനങ്ങളിൽ ഇറങ്ങണമെന്നും സന്ദീപ് നേരത്തെ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പാർട്ടി ഏത് പദവി തന്നാലും സ്വീകരിക്കും എന്നാണ് AICC നേതൃത്വവുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സന്ദീപ് വാര്യർ പ്രതികരിച്ചത്. സംസ്ഥാന നേതൃത്വത്തിന് ഒരു സർട്ടിഫിക്കറ്റ് നൽകേണ്ട ആളല്ല താനെന്നും തെരഞ്ഞെടുപ്പ് ജയം നേതൃത്വത്തിനുള്ള അംഗീകാരമാണെന്നും സന്ദീപ് വാര്യർ പറയുന്നു. ഏകാധിപത്യ അന്തരീക്ഷത്തിൽ നിന്നും വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്നും ജനാധിപത്യത്തിലേക്ക് എത്തിയതിൻ്റെ ആശ്വാസത്തിലാണ് താനെന്നും സന്ദീപ് തുറന്നടിച്ചു. ഡൽഹിയിലെത്തിയ സന്ദീപ് വാര്യർ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴത്തെ ഈ അഴിച്ചുപണിയിലൂടെ ഇവിടെ KPCCയിൽ സംഭവിക്കാൻ പോകുന്ന കല്ലുകടി എന്തെന്ന് വെച്ചാൽ ഇന്നലെ കയറി വന്ന സന്ദീപിന് പാർട്ടിയിൽ ഉന്നത സ്ഥാനം നൽകുന്നതിൽ ഇപ്പോൾ അണികൾക്കിടയിൽ ചെറിയ രീതിയിലുള്ള മുറിമുറുപ്പ് നേരത്തെ തന്നെ തുടങ്ങിയിട്ടുള്ളതാണ്. അതിനിടയിൽ തന്നെ സുധാകരനെ ഗെറ്റ് ഔട്ടും അതോടൊപ്പം തന്നെ സന്ദീപിന് വെൽക്കമും കിട്ടിയാൽ തീർച്ചയായിട്ടും സ്ഥിതി പാർട്ടിയിൽ കൂടുതൽ വഷളാകും. കെ സുധാകരൻ മാറണമെന്നും യുവാക്കളെ ഈ നേതൃത്വം ഏൽപ്പിക്കണമെന്നുള്ള ആവശ്യം കോൺഗ്രസിൽ നേരത്തെ മുതൽ തന്നെ അതിശക്തമായി വന്ന സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അഴിച്ചുപണി എന്ന തീരുമാനം ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. യുവാക്കൾ എന്നതിനൊപ്പം തന്നെ ചില ജാതി സമവാക്യങ്ങൾ കൂടിയാകുമ്പോൾ തീർച്ചയായിട്ടും രണ്ട് പേരുകളാണ് പ്രധാനമായിട്ടും ഇവിടെ ഉയർന്നു വരുന്നത്. അതിലൊന്ന് MLA ആയിട്ടുള്ള മാത്യു കൊഴുന്നാടൻ, മറ്റൊന്ന് അങ്കമാലി MLA റോജി ജോണാണ്. ഇവരെ ഏൽപ്പിക്കണമെന്നാണ് മറ്റൊരാവശ്യം. കോൺഗ്രസ് മുൻനിരയിലുള്ള നേതാക്കൾക്ക് മാത്രമല്ല കോൺഗ്രസിലെ മറ്റു ഗ്രൂപ്പുകൾക്കും ഇപ്പോൾ ഏറെ പ്രായമായിട്ടുണ്ട്, ഒരുപാട് ദൈർഘ്യമായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ KPCC പുനഃസംഘടന അടുത്ത് തന്നെ നടക്കുമെന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ അതിനെല്ലാം പിന്നാലെ ഇപ്പോൾ കെ സുധാകരനെ മാറ്റണമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ കെ സുധാകരനെ മാറ്റുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിരിക്കുന്നത്. അതായത് കേരളത്തിലെ KPCCയിൽ ഭാരവാഹികളെ മാത്രം മാറ്റി സ്ഥാപിച്ചാൽ പോരാ എന്നും പ്രസിഡന്റ് ഉൾപ്പെടെ KPCCയിൽ മാറ്റമുണ്ടാകണമെന്നുള്ളതാണ് അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ആഗ്രഹം എന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. സുധാകരൻ കോൺഗ്രസ്സുകാരുടെ ആത്മാവ് തൊട്ടറിഞ്ഞ നേതാവാണ് എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് ചില കൂട്ടർ. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും KPCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ സുധാകരൻ പൂർണ്ണ പരാജയമെന്നാണ് വിലയിരുത്തലുകൾ. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശമായിരുന്നു സുധാകരൻ. KPCC പ്രസിഡന്റ് ആയതോടുകൂടി അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് മറ്റു ചിലരായി മാറി. അദ്ദേഹത്തിന്റെ നിയന്ത്രണം മറ്റു ചിലരിലേക്ക് വന്നു. അതോടെ സുധാകരൻ അപ്രസക്തനായി മാറി എന്നതാണ് യാഥാർത്ഥ്യം. VD സതീശൻ സുധാകരൻ എന്നുള്ള ആ ഒരു ഫോർമുല ഉണ്ടായിരുന്നു. തുടക്കത്തിൽ വളരെ ഗംഭീരമായിരുന്നു ആ ഒരു ഫോർമുല. എന്നാൽ പിന്നീട് ആ ഫോർമുല പാളിപ്പോയി. പിന്നീട്
സതീശൻ്റെ ഉത്തരവാദിത്വമായി പാർട്ടി പ്രവർത്തനം മാറി. അതായത് യാതൊരു നിലപാടുമില്ലാതെ അധ്യക്ഷൻ KPCC അധ്യക്ഷൻ പാർട്ടിയെ ചലിപ്പിക്കുന്നതിൽ പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു. ഈ ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം ഈ വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട്, അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, ഈ 2 തെരഞ്ഞെടുപ്പുകളിൽ KPCCയിൽ ആ നേതൃത്വത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള അഴിച്ചുപണികൾ വേണമെന്ന നിലപാടിലേക്ക് നീങ്ങുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.